ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ പരമസത്തയെ കാരണമെന്നും അതിൽ നിന്ന് പരിണമിച്ചുണ്ടായ എല്ലാത്തിനെയും കാര്യമെന്നും പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കാരണമെന്ന് പറയുന്നതും കാര്യമെന്ന് പറയുന്നതും രണ്ടായി തോന്നാമെങ്കിലും അതൊന്നു തന്നെയല്ലേ. നീരാവിയാകുന്ന കാരണത്തിൽ നിന്നാണ് ജലമാകുന്ന കാര്യമുണ്ടാകുന്നത്. അതേ ജലം തന്നെ ഈ കാര്യമാകുന്ന ജലം തന്നെ കാരണമാകുന്ന നീരാവിയിൽ ലയം പ്രാപിക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ആ പരബ്രഹ്മം, അതാണ് എല്ലാത്തിനും കാരണമായി വർത്തിക്കുന്നത്. അതിനെ നമ്മൾ കാരണം എന്ന് പറയുന്നു. ആ എല്ലാത്തിനും കാരണമായിരിക്കുന്ന അതിൽ നിന്ന് സംജാതമായിരിക്കുന്ന ഈ ജഗജ്ജാലങ്ങളെല്ലാം കാര്യങ്ങൾ എന്നും പറയുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ആ കാരണം തന്നെയാണ്. കാരണത്തിൽ നിന്നുണ്ടായി കാര്യത്തിന് അല്പചല വ്യത്യാസങ്ങളുണ്ട്. കാര്യം അവസാനം കാരണത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അതിനാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണത്തിങ്കൽ നിന്നന്യമല്ല കാര്യമൊരിക്കലും, സ്വർണം താനല്ലീ വളയും മാലയും മോതിരങ്ങളും. കാര്യകാരണങ്ങളെ വ്യക്തമാക്കുന്നതിന് ഒരു ഉദാഹരണം കൊടുക്കുന്നു. സ്വർണവും മാലയും. അതുപോലെ ആ പരബ്രഹ്മവും, ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ പരബ്രഹ്മവും, അത് പരിണമിച്ചുണ്ടായ പ്രപഞ്ച പ്രതിഭാസങ്ങളുമെല്ലാം കാര്യമെന്ന് പറയപ്പെടുന്നു. ആ കാരണത്തിൽ നിന്നൊട്ടും വിഭിന്നമല്ല എന്ന നിലയിൽ നാം ഇതിനെ കാണണം. അതിനൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു. സ്വർണത്തിൽ നിന്നന്യമല്ല വളയും മോതിരങ്ങളും. സ്വർണത്തിൽ നിന്നും വേറെയല്ലല്ലോ വളയും മോതിരവും. വള എന്ന് പറയുമ്പോൾ മൂലവസ്തുവായിരിക്കുന്ന സ്വർണത്തെ നാം ഓർമ്മിക്കുന്നു. ആ സ്വർണം തന്നെ ഘനീഭവിച്ചതാണ് മാലയായും മോതിരമായും വളയായും എല്ലാം രൂപാന്തരപ്പെട്ടത്. വളയായി മാറിയപ്പോൾ മാല, വള, മോതിരം ഇത്യാദി പേരുകൾ വരുന്നു. മാത്രമല്ല ഓരോ പേരിനും ഓരോ രൂപങ്ങളുമുണ്ട്. ഓരോന്നിൻ്റെയും ഉപയോഗങ്ങളും വ്യത്യസ്തമാണ്. മാലയുടെ ഉപയോഗമല്ലല്ലോ മോതിരത്തിന്. മാല കഴുത്തിൽ അണിയുന്നുവെങ്കിൽ മോതിരം വിരലിലണിയുന്നു, വള കയ്യിൽ അണിയുന്നു. ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുമുണ്ട്. എങ്കിലും ഇവയെല്ലാം തന്നെ മൂലവസ്തുവാകുന്ന സ്വർണമാണ്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ആ പരബ്രഹ്മം അല്ലെങ്കിൽ ആ പരമസത്ത, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ആ ഈശ്വരൻ എന്ന ശക്തിവിശേഷം, അത് പരിണമിച്ച് അത് രൂപാന്തരപ്പെട്ട ഘനീഭവിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. എന്നാൽ നാം ഇതിനെയാണ് ആശ്രയിക്കുന്നത് എങ്കിൽ ഇത് ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. സ്വർണത്തിൽ നിന്ന് വള രൂപാന്തരപ്പെട്ടപ്പോൾ വളയ്ക്ക് മാറ്റം സംഭവിക്കാം. വള ഉരുക്കി മോതിരമാക്കി മാറ്റാം. വള കുറച്ചുകൂടെ ചെറുതായി ഉരുട്ടിയാൽ അത് മോതിരമാകുന്നു. അപ്പോഴും അത് മോതിരമായപ്പോഴും വളയായപ്പോഴും മാലയായപ്പോഴും സ്വർണം തന്നെയാണ്.
സ്വർണത്തിന് നാശമില്ല. ആ സ്വർണത്തെ നാം ബോധിക്കുമ്പോൾ എൻ്റെ മാല പോയല്ലോ എന്ന് കരയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം മാലയുടെ രൂപവും നാമവുമാണ് പോയത്, സ്വർണം നഷ്ടമായിട്ടില്ല. അപ്രകാരം ഈ ജഗത്തിന് അവലംബമായിരിക്കുന്ന ആ പരമേശ്വരൻ നമ്മുടെ ഒരിന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത, അത് എല്ലാത്തിനും മൂല കാരണമാണ്. അതിൻ്റെ തന്നെ രൂപാന്തരമാണ് ജഗത്തിൽ അഞ്ചിന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന സർവപദാർത്ഥങ്ങളും. അതിനാൽ ഇതിനെ കാണുമ്പോൾ അതിനെ ഓർമ്മിക്കണം. ഇത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ്. ഇതിനെ നാം ആശ്രയിച്ചാൽ അത് നശിക്കുമ്പോൾ ദുഃഖിക്കേണ്ടതായി വരുന്നു. എന്നാൽ നാശമില്ലാത്ത അതിനെയാണ് നാം ഇഷ്ടപ്പെടേണ്ടതും സ്വീകരിക്കേണ്ടതും. എന്നാൽ നഷ്ടപ്പെട്ടു എന്ന ദുഃഖം നമുക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടണം. നമ്മൾ നഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെട്ട വസ്തു നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും സാധ്യമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നഷ്ടപ്പെടാത്തതെന്തോ അതിനെ ഇഷ്ടപ്പെടുക തന്നെ വേണം. അതാണ് നാം ചെയ്യേണ്ടത്. നാം എത്ര പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും പഴി പറഞ്ഞിട്ടും പ്രയോജനമില്ല. നഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ടാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നാം ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടാനുള്ള വിവേകം നാം കാണിക്കണം. കാരണത്തിങ്കൽ അന്യമല്ല കാര്യമൊരിക്കലും, സ്വർണം താനല്ലീ വളയും മാലയും മോതിരങ്ങളും.